ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ശരീരം മുഴുവനും നിറം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. അതായത് ഈ ഒരു സാധനം നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ശരീരത്തിലും മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സ്കിന്നിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അത്രയും നല്ലൊരു സാധനമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നിറം വരാനും അതേപോലെ തന്നെ നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാൻ എല്ലാം സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഡ്രൈ സ്കിന്നുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പച്ചമഞ്ഞൾ അരച്ചതാണിത്. നിങ്ങളടുത്ത് പച്ചമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പച്ചമഞ്ഞൾ തൊലി കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ലവണ്ണം അടിച്ചെടുത്തതാണിത്. ഒട്ടും തരിയില്ലാണ്ട് നന്നായിട്ട് നമ്മൾ ഇത് അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താൽ മതി, അല്ലെ അമ്മിയുള്ളവർക്ക് അമ്മിക്കല്ലിൽ അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു കണക്ക് എന്ന് പറയുന്നത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ശരീരം മുഴുവനും തേക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അത് കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണ് പച്ചമഞ്ഞൾ എടുത്തതാണെങ്കിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കൂട്ടിയെടുക്കുന്നതാണ്, ഇപ്പോൾ നിങ്ങൾ 2 ടേബിൾ സ്പൂണ് എടുക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അളവ് മാറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മഞ്ഞളെണ്ണയെ കുറിച്ചിട്ട് അറിയാവോ എന്നറിയില്ല. അപ്പോൾ ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ, പാക്കാണ് കേട്ടോ ഇത്. അതായത് മഞ്ഞളെണ്ണ തേച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞളെണ്ണ തേച്ചാൽ കുട്ടികൾക്കടക്കം നല്ല നിറം വെക്കാൻ സഹായിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പച്ചമഞ്ഞൾ അരച്ചതും അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടിയായാലും മതി, അതും വെളിച്ചെണ്ണയും കൂട്ടി ശരീരത്തിലും മുഖത്തിലെല്ലാം തേച്ചാൽ വളരെ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഇത് കുളിക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുന്നേ നമ്മൾ തേക്കണം. അപ്പോൾ കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ്, അതായത് കുറച്ച് സമയം വേണ്ടി വരും, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ മഞ്ഞൾ അരക്കുക എന്ന് പറഞ്ഞാൽ പച്ചമഞ്ഞൾ അരച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ 1 മാസം വരെയെല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അരച്ച് വെച്ച സാധനം എടുത്തിട്ട് തേച്ച് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നും ഇത് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, അരച്ച് വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ മുഖത്തും ശരീരത്തിലും എല്ലാം തേച്ച് വെച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് 1 മാസമല്ല നിങ്ങൾ ചെയ്യുന്നത്. 1 മാസം ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ സ്കിന്നിൽ വരുന്ന മാറ്റം അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. നമ്മളെ സ്കിന്ന് നല്ല സ്മൂത്തും സിൽക്കി ആവാനും നല്ലൊരു ഷൈനിങ് വരാനും നിറം വരാനും എല്ലാം സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, അളവ് നിങ്ങൾ ശരീരത്തിൽ മുഴുവനും തേക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കണം. നിങ്ങൾക്ക് പച്ചമഞ്ഞൾ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കുളിക്കുന്ന സമയത്ത് എടുത്ത് തേച്ചാൽ മാത്രം മതി. ഈ ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. നല്ല വെളിച്ചെണ്ണ തന്നെ, കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, നല്ല വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് 20 മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സാധാരണ നമ്മൾ കുളിക്കുന്നത് പോലെ കുളിക്കുക. 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടി. അങ്ങനെ ഒരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സ് ഇതിനെ കൊണ്ട് വരാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ആണുങ്ങൾ യൂസ് ചെയ്യുന്ന നേരം സാധാരണ മഞ്ഞൾ ആണുങ്ങൾക്ക് യൂസ് ചെയ്താൽ അവർക്ക് താടിയും മുടിയും വളരെ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യേണ്ട. പെണ്ണുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.